സജി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടിട്ട് സൈക്കോളജിയുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മോക്ക് ടെസ്റ്റ് വിത്ത് റിവിഷൻ കൂടെയാണ്. ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് കൂടെ നമ്മളിതിൻ്റെ കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മളൊരു വാട്സപ്പ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടിട്ടിന് വേണ്ടിയിട്ട്. കേട്ടിട്ട് സോഷ്യൽ സയൻസ്, സൈക്കോളജി നോട്ട്സ് അതുപോലെ തന്നെ ഓഡിയോ ക്ലാസ്സുകളായിട്ട് വാട്സാപ്പിൽ തരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചെറിയൊരു എമൗണ്ടിനാണ്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ ആൻസർ കീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ എക്സ്ട്രാ കാര്യങ്ങൾ, ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ആദ്യ ചോദ്യം നോക്കൂ. അക്കോർഡിംഗ് ടു പിയാഷെ, ചിൽഡ്രൻ ഡെവലപ്പ് അബ്സ്ട്രാക്റ്റ് ആൻഡ് ലോജിക്കൽ തിങ്കിങ് എബിലിറ്റി ഡ്യൂറിങ് ഓപ്ഷൻ എ സെൻസറി മോട്ടോർ സ്റ്റേജ്, ഓപ്ഷൻ ബി പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, ഓപ്ഷൻ സി കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഓപ്ഷൻ ഡി ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. പിയാഷെയുടെ അഭിപ്രായത്തിൽ അബ്സ്ട്രാക്റ്റ് ആൻഡ് ലോജിക്കൽ തിങ്കിങ് എബിലിറ്റി കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നത് ഏത് പീരീഡിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പീരീഡിലാണ് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഏതാണ്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് അഥവാ ഓപ്ഷൻ ഡി ആണ്. പിയാഷെയുടെ സ്റ്റേജ് 4 സ്റ്റേജാണുള്ളത്. സെൻസറി മോട്ടോർ, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ ആൻഡ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഈ ലാസ്റ്റ് സ്റ്റേജിലാണ് കുട്ടികൾ അബ്സ്ട്രാക്റ്റ് ആൻഡ് ലോജിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അബ്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ കണ്ണിൽ കാണാത്തൊരു വസ്തുവിനെ കുറിച്ച് പോലും അവരുടെ മുന്നിൽ ഇല്ലാത്തൊരു വസ്തുവിനെ കുറിച്ച് പോലും ചിന്തിക്കാനുള്ള കഴിവ് കുട്ടികൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. പിയാഷെയുടെ 4 സ്റ്റേജും ആ ഓരോ പീരീഡിലും വരുന്ന എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും പഠിച്ചു പോവുക. അത് എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. ഓക്കെ, പിയാഷെയുടെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ റിവിഷൻ വീഡിയോസിലും പിയാഷെയെ കുറിച്ചിട്ടുള്ള കണ്ടന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതൊന്ന് പോയി കാണുക. നെക്സ്റ്റ്, സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സിദ്ധാന്തമായ മനസ്സിൻ്റെ ഘടനാ സങ്കല്പങ്ങളിൽ സൂപ്പർ ഈഗോ ഏത് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്? അക്കോർഡിംഗ് ടു സിഗ്മണ്ട് ഫ്രോയിഡ്സ് തിയറി ഓഫ് സ്ട്രക്ചർ ഓഫ് മൈൻഡ്, സൂപ്പർ ഈഗോ വർക്ക്സ് ആസ് പെർ വിച്ച് പ്രിൻസിപ്പിൾ? സൂപ്പർ ഈഗോയാണ് ചോദിച്ചിട്ടുള്ളത്. സുഖതത്വം അഥവാ പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലഷർ, സാൻമാർഗിക തത്വം പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി, ഓപ്ഷൻ സി യാഥാർത്ഥ്യബോധ തത്വം അഥവാ പ്രിൻസിപ്പിൾസ് ഓഫ് റിയാലിറ്റി, ഓപ്ഷൻ ഡി പ്രിൻസിപ്പിൾ ഓഫ് മോട്ടിവേഷൻ അഥവാ പ്രചോദന തത്വം. ഏതാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത് ഏത് പ്രിൻസിപ്പിളാണ്? കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. ഓപ്ഷൻ ബി പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി ആണ്. എന്താണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്? ഒരു മൊറാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ മൊറാലിറ്റി പ്രിൻസിപ്പിളാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. സൂപ്പർ ഈഗോ മൊറാലിറ്റി ആണ് അല്ലേ. അതേസമയം പ്രിൻസിപ്പിൾസ് ഓഫ് റിയാലിറ്റി ഏതാണ് വരുന്നത്? പ്രിൻസിപ്പിൾസ് ഓഫ് റിയാലിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ഈഗോയാണ്. ഓക്കെ, ഈഗോ തത്വമാണ് പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അതേസമയം പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ ഏതാണ്? പ്ലഷർ ഇതാണ്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ എന്നറിയപ്പെടുന്നത് ഇതാണ്. നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോകാം. കൊടുത്തവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ചൂസ് റോങ് പെയർ ഫ്രം ദ ഫോളോയിങ്. ആക്ഷൻ റിസർച്ച് സ്റ്റീഫൻ എം കോറി അഥവാ ക്രിയാഗവേഷണം സ്റ്റീഫൻ എം കോറി. പ്രൊജക്റ്റീവ് ടെസ്റ്റ് അല്ലെങ്കിൽ പ്രൊജക്റ്റീവ് ടെക്നിക്ക് എന്താണ്? തീമാറ്റിക് അപ്പർസെപ്ഷൻ അല്ലെ. പ്രൊജക്റ്റീവ് ടെക്നിക്ക് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ക്ലിനിക്കൽ മെത്തേഡ് JL മൊറീനോ. സാമൂഹ്യ ബന്ധ പരിശോധന അഥവാ സോഷ്യോമെട്രിക് ടെക്നിക്ക് ക്ലിക്ക്. ഇതിലേതാണ് തെറ്റായ ജോഡി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റായ ജോഡി ഏതാണ് ഇതിൽ? നമുക്കറിയാം ആക്ഷൻ റിസർച്ച് ആരാണ് വരുന്നത്? സ്റ്റീഫൻ എം കോറി തന്നെയാണ് വരുന്നത്. അതുപോലെ പ്രൊജക്റ്റീവ് ടെക്നിക്കിൽ വരുന്ന ഒരു ടെസ്റ്റാണ് ഇത് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് അല്ലേ, ടാറ്റ് എന്ന് നമ്മൾ പറയും. അപ്പം അതും ശരിയാണ്. അതുപോലെ സോഷ്യോമെട്രിക് ടെക്നിക്കിൽ വരുന്ന ഒന്നാണ് ഇത് ക്ലിക്ക് എന്ന് പറയുന്നത്. അതേസമയം ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ക്ലിനിക്കൽ മെത്തേഡ് JL മൊറീനോ. ഓക്കെ, തെറ്റായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലിനിക്കൽ മെത്തേഡ് JL മൊറീനോ അല്ല. JL മൊറീനോ എന്തുമായി ബന്ധപ്പെട്ട് വരുന്ന ആളാണ്? സോഷ്യോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളാണ് JL മൊറീനോ. ഓക്കെ, അപ്പോൾ ക്ലിനിക്കൽ മെത്തേഡ് ആരല്ല? JL മൊറീനോ അല്ല. അതുകൊണ്ട് കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്.
ക്വസ്റ്റ്യൻ സങ്കുലിത വിദ്യാഭ്യാസം അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ എ, ക്ലാസ് ടീച്ചർ പ്രൊവൈഡ്സ് ലേണിംഗ് എക്സ്പീരിയൻസ് ആസ് പെർ ദ കപ്പാസിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ചിൽഡ്രൻ വിത്ത് ദ സപ്പോർട്ട് ഓഫ് റിസോഴ്സ് ടീച്ചർ. ഒന്നെന്താണ്, കുട്ടിയുടെ കഴിവുകൾ, പരിമിതികൾ എന്നിവ പരിഗണിച്ച് റിസോഴ്സ് ടീച്ചറിന്റെ സഹായത്തോടെ ക്ലാസ് ടീച്ചർ പഠിപ്പിക്കുന്നു. 2, പ്രത്യേക സ്കൂളിൽ വിദ്യാഭ്യാസം നൽകുന്നു, ഗിവ്സ് എഡ്യൂക്കേഷൻ ഇൻ സ്പെഷ്യൽ സ്കൂൾ. 3, അയൽപക്ക സ്കൂളിൽ യാതൊരു വേർതിരിവും ഇല്ലാതെ പഠിപ്പിക്കുന്നു, ടീച്ചർ വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ ഇൻ നൈബറിംഗ് സ്കൂൾ. 4, റിസോഴ്സ് ടീച്ചറിന്റെ സഹായത്തോടെ പ്രത്യേക ക്ലാസ് മുറിയിൽ ഇരുത്തി പഠിപ്പിക്കുന്നു, പ്രൊവൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് വിത്ത് സപ്പോർട്ട് ഓഫ് റിസോഴ്സ് ടീച്ചർ ഇൻ സ്പെഷ്യൽ ക്ലാസ് റൂം. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് പറയാൻ പറ്റുന്നത്. 1ഉം 4ഉം ശരിയാണ്. എന്താണ്? കുട്ടിയുടെ കഴിവുകൾ, പരിമിതികൾ എന്നിവ പരിഗണിച്ച് റിസോഴ്സ് ടീച്ചറിന്റെ സഹായത്തോടെ ക്ലാസ് ടീച്ചർ പഠിപ്പിക്കുന്നതാണ് ഇത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ റിസോഴ്സ് ടീച്ചറിന്റെ സഹായത്തോടെ പ്രത്യേക ക്ലാസ് മുറിയിൽ ഇരുത്തി പഠിപ്പിക്കുന്നതും എന്താണ്? നമുക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് രണ്ടുമാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സ്ത്രീകൾ പൊതുവെ ശാരീരിക ക്ഷമത കുറഞ്ഞവരാണ്. ഈ പ്രസ്താവന എന്തിനെ സൂചിപ്പിക്കുന്നു? ഇൻ ജനറൽ, ലേഡീസ് ആർ ഫിസിക്കലി വീക്ക്. ദ സ്റ്റേറ്റ്മെന്റ് ഡിനോട്ട്സ് ലിംഗവിവേചനം, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ലിംഗഭേദം, ജെൻഡർ റോൾ. ഓപ്ഷൻ സി, ലിംഗ സ്ഥിരരൂപം അഥവാ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്. ഓപ്ഷൻ ഡി, ലിംഗസമത്വം അഥവാ ജെൻഡർ ഈക്വാളിറ്റി. എന്താണ്? സ്ത്രീകൾ പൊതുവെ ശാരീരിക ക്ഷമത കുറഞ്ഞവരാണ് എന്ന് പറയുന്നത് എന്തിൻ്റെ ബേസിലാണ്? അത് ലിംഗവിവേചനമാണോ, ലിംഗഭേദമാണോ, ഏതാണ്? അല്ലെങ്കിൽ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് ആണോ? കറക്റ്റ് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇത് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് ആണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. സ്ത്രീകളെക്കുറിച്ചും അല്ലെങ്കിൽ പുരുഷന്മാരെക്കുറിച്ചും പൊതുവേ നമ്മൾ ചില മുൻവിധികളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? അതിനെയാണ് നമ്മൾ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. സോ സ്ത്രീകൾ പൊതുവേ ശാരീരിക ക്ഷമത കുറഞ്ഞവരാണ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ല, മറിച്ച് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് ആണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഭിജിത്ത് അധ്യാപികയുടെ പാട്ട് കേട്ട് കരച്ചിൽ പെട്ടെന്ന് നിർത്തുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. ശിശുവികാരങ്ങളുടെ ഏത് സവിശേഷതയാണ് ഇവിടെ പ്രകടമാകുന്നത്? ഇൻറ്റൻസ്, ഫ്രീക്വൻറ്റ്, ട്രാൻസിറ്ററി, ഇമോഷണൽ, ഡിറ്റക്റ്റബിലിറ്റി. ഓപ്ഷൻസ് നോക്കൂ. ഇൻറ്റൻസ് അഥവാ തീവ്രത, ഫ്രീക്വൻറ്റ് ചഞ്ചലത, ട്രാൻസിറ്ററി സംക്ഷിപ്തത, ഇമോഷണൽ ഡിറ്റക്റ്റബിലിറ്റി വൈകാരിക ദൃശ്യത. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, അഥവാ ചഞ്ചലത അഥവാ ഫ്രീക്വൻറ്റ് എന്നുള്ളതാണ്. ഒരു കുട്ടി എന്താണ് ചെയ്യുന്നത്? അധ്യാപികയുടെ പാട്ട് കേട്ട ഉടനെ കരച്ചിൽ നിർത്തുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. കുട്ടികളുടെ ബിഹേവിയർ എന്താണ്? അങ്ങനെയാണ്, എപ്പോഴും ചേഞ്ചബിൾ. അതായത് ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് തന്നെ വേറെ എന്തെങ്കിലും കാണുമ്പോൾ അവൻ ചിരിക്കും. അപ്പോൾ അതാണ് കുട്ടികളുടെ ബിഹേവിയറിൻ്റെ ഒരു സവിശേഷതയായിട്ട് പറയുന്നത്. അതാണ് ചഞ്ചലത അഥവാ ഫ്രീക്വൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ചോദ്യം നോക്കൂ. ആരുടെ പേരാണ് നേട്ട അഭിപ്രേരണയുമായി ബന്ധമുള്ളത്? ഹൂസ് നെയിം ഈസ് അസോസിയേറ്റഡ് വിത്ത് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ? ഓപ്ഷൻ എ, മക്ലെലൻഡ്. ഓപ്ഷൻ ബി, ഗിൽഫോർഡ്. ഓപ്ഷൻ സി, ഗാർഡനർ. ഓപ്ഷൻ ഡി, സ്കിന്നർ. ആരാണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്? അത് കറക്റ്റ് ഓപ്ഷൻ എ ആണ്, മക്ലെലൻഡ് ആണ്. ഓപ്ഷൻ എ, മക്ലെലൻഡ് ആണ് കറക്റ്റ്. ഓക്കെ, അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന തിയറിയൊക്കെ കൊണ്ടുവന്നത് ആരാണ്? മക്ലെലൻഡ് ആണ്. നെക്സ്റ്റ്, താഴെ പറയുന്നവരിൽ ആരാണ് അഭിപ്രേരണ സിദ്ധാന്തം ഉന്നയിച്ചത്? Who among the following advanced a theory of motivation? Jerome S. Bruner, Kohlberg, Sternberg, Abraham Maslow. കറക്റ്റ് ഓപ്ഷൻ ഡി, അബ്രഹാം മാസ്ലോയാണ് അല്ലെ? അബ്രഹാം മാസ്ലോയാണ് അഭിപ്രേരണ സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് മോട്ടിവേഷൻ, ഒരു ഹൈറാർക്കി തിയറിയൊക്കെ കൊണ്ടുവന്നത് ആരാണ്? അബ്രഹാം മാസ്ലോയാണ് അല്ലേ? അതായത് ഈ ഒരു മോട്ടിവേഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു ഹൈറാർക്കി ഓഫ് നീഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 5 സ്റ്റേജുകളായിട്ടൊക്കെ പറയുന്നത് അത് കൃത്യമായിട്ടും പഠിക്കുക. എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്, അതിൻ്റെ ഓർഡറൊക്കെ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ്, ബ്രിഡ്ജസ് ചാർട്ട് ചിത്രീകരിക്കുന്നത് കുട്ടികളിലെ വൈജ്ഞാനിക വികാസം, കുട്ടികളിലെ ധാർമ്മിക വികാസം, കുട്ടികളിലെ വൈകാരിക വികാസം, കുട്ടികളിലെ ശാരീരിക വികാസം. ആദ്യം പറഞ്ഞത് വൈജ്ഞാനിക വികാസമാണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, മോറൽ ഡെവലപ്മെൻറ്റ്, ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്. ബ്രിഡ്ജസ് ചാർട്ട് കൊണ്ടുവന്നത് ആരാണ്? കാതറിൻ ബ്രിഡ്ജസ് ആണ് അല്ലേ? കാതറിൻ ബ്രിഡ്ജസ് കൊണ്ടുവന്ന ചാർട്ട് ഏതുമായി ബന്ധപ്പെട്ടതാണ്? കുട്ടികളിലെ വൈകാരിക വികാസവുമായി ബന്ധപ്പെട്ടതാണ്.
നെക്സ്റ്റ്, രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി നീതു ചെറിയ കുട്ടിയെ പോലെ പെരുമാറുന്നു. നീതു ബിഹേവ് ലൈക്ക് എ സ്മോൾ ചൈൽഡ് സീക്കിംഗ് ദ അറ്റൻഷൻ ഓഫ് ഹെർ പാരൻസ്. വിച്ച് ഡിഫൻസ് മെക്കാനിസം എമംഗ് ദി ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു ദിസ് ആക്ഷൻ. ഇവിടെ ഏത് സമായോജന ക്രിയാതന്ത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഐഡന്റിഫിക്കേഷൻ, പ്രക്ഷേപണം മീൻസ് പ്രൊജക്ഷൻ, കോമ്പൻസേഷൻ അനുരൂപീകരണം, ഓപ്ഷൻ ഡി ഡിഗ്രഷൻ, പാശ്ചാത്ഗമനം. അപ്പോൾ ഇവിടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി നീതു ചെറിയ കുട്ടിയെപ്പോലെ പെരുമാറുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? നമ്മുടെ പഴയ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലേക്ക് പോകുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, റിഗ്രഷൻ ആണ്. ഓപ്ഷൻ ഡി റിഗ്രഷൻ ആണ് കറക്റ്റ്. അപ്പോൾ ഇവിടെ സമായോജന തന്ത്രങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് സമായോജന തന്ത്രം അല്ലെങ്കിൽ ഈ ഒരു ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ അല്ലെങ്കിൽ ഇത് കൊണ്ടുവന്നത് ആരാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? അത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസംസ് നമുക്കറിയാം. പ്രൊജക്ഷൻ എന്താണ്? മറ്റുള്ളവരുടെ മേലെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊജക്റ്റ് ചെയ്യുന്നു. ഓക്കെ, മറ്റുള്ളവരുടെ മേലെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊജക്റ്റ് ചെയ്യുന്നതിനാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ കോമ്പൻസേഷൻ, ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരാൾ എന്ത് ചെയ്യുന്നു? സച്ചിനെ പോലെ ആണെന്ന് ചിന്തിച്ചിട്ട് അതുപോലെ പെരുമാറുന്നു. അതൊക്കെ നമുക്ക് ഏതിൽ പെടുത്താം? ഐഡന്റിഫിക്കേഷനിൽ പെടുത്താൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിഫൻസ് മെക്കാനിസം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ഫീമെയിൽസ്? ഓപ്ഷൻ എ ഹിപ്പ് ബിക്കംസ് വൈഡർ, ബോഡി ഫാറ്റ് ഇൻക്രീസസ്, ആഡംസ് ആപ്പിൾ ഡെവലപ്മെൻറ്റ്, ഡി എൻലാർജ്മെൻറ്റ് ഓഫ് മാമറി ഗ്ലാൻഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ സ്ത്രീകളുടെ അല്ലെങ്കിൽ ഫീമെയിൽസിൻ്റെ സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് ഈസി ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റും. ആഡംസ് ആപ്പിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതാണ് അല്ലേ. ഇതെന്താണ്? നമ്മൾ ബോയ്സിൻ്റെ ആ തൊണ്ടയിലുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഡംസ് ആപ്പിൾ ഡെവലപ്മെൻറ്റ്. അത് ബോയ്സിലാണ് അല്ലെങ്കിൽ പുരുഷന്മാരിലാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ്, ദ സ്പൈറൽ കരിക്കുലം ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഓപ്ഷൻ എ പിയാഷെ, ഓപ്ഷൻ ബി ബ്രൂണർ, ഓപ്ഷൻ സി സ്കിന്നർ, ഓപ്ഷൻ ഡി പാവ്ലോവ്. ആരാണ് സ്പൈറൽ കരിക്കുലവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, ബ്രൂണർ ആണ്. ബ്രൂണറിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് സ്പൈറൽ കരിക്കുലം. അതുപോലെ ബ്രൂണറിന്റെ നിരവധി കോൺസെപ്റ്റുകളുണ്ട്. ഡിസ്കവറി ലേണിംഗ് കൊണ്ടുവന്നത് ആരാണ്? ബ്രൂണർ ആണ്. എനാക്റ്റീവ് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്, അതുപോലെ അങ്ങനെ 3 സ്റ്റേജുകൾ കൊണ്ടുവന്നത് ആരാണ്? അതും ബ്രൂണർ ആണ്. എനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്ന 3 സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റും ആരുടെ കോൺട്രിബ്യൂഷൻ ആണെന്ന് ചോദിച്ചാൽ അതും ബ്രൂണർ ആണ്. ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് ആണ് ആര്? അതുപോലെ ഒരു കൺസ്ട്രക്റ്റീവ് സൈക്കോളജിസ്റ്റിൽ പെടുത്താൻ പറ്റുന്ന ആളാണ് ബ്രൂണർ. നെക്സ്റ്റ്, റെമഡിയൽ ടീച്ചിങ് പ്രിസീഡ്സ്. ഓപ്ഷൻ എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ഓപ്ഷൻ ബി ഫോർമാറ്റീവ് ഇവാലുവേഷൻ, ഓപ്ഷൻ സി സമ്മേറ്റീവ് ഇവാലുവേഷൻ, ഓപ്ഷൻ ഡി CCE. എന്തിനെ തുടർന്നാണ് അല്ലെങ്കിൽ ഏത് ടെസ്റ്റിനെ തുടർന്ന് വരുന്നതാണ് റെമഡിയൽ ടീച്ചിങ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫോർമാറ്റീവ് ഉണ്ട്, സമ്മേറ്റീവ് ഉണ്ട്, ഡയഗ്നോസ്റ്റിക് ഉണ്ട്, CCE ഉണ്ട്. CCE എന്താണ്? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ആണ് CCE. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് ശേഷം നമ്മൾ നടത്തുന്ന ഒന്നാണ് ഇത് റെമഡിയൽ ടീച്ചിങ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്താണ്? കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ടെസ്റ്റാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അപ്പോൾ കുട്ടിക്ക് ഇത് നമ്മൾ ചിലപ്പോൾ ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നടത്തും. അപ്പോൾ കുട്ടിക്ക് എവിടേക്കാണ് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ക്ലാസ് നമ്മൾ കൊടുക്കുന്നു. അതാണ് റെമഡിയൽ ടീച്ചിങ്. ഓക്കെ, പ്രത്യേകതകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ആകാംക്ഷാഭരിതനുമാണ്, നിരവധി ചോദ്യങ്ങളും ചോദിക്കുന്നു. അവന് അല്ലെങ്കിൽ അവൾക്ക് സ്വന്തമായ ആശയങ്ങളുണ്ട്. വാക് സമ്പത്ത് കൂടുതലും മുതിർന്ന ആൾക്കാരെ പോലെ സംഭാഷണവുമാണ്. ഓക്കെ, അപ്പം ഏത് ഗണത്തിലാണ് ഈ കുട്ടിയെ ഉൾപ്പെടുത്താനാകുന്നത്? ക്യൂരിയസ് ആൻഡ് ആസ്ക് മെനി ക്വസ്റ്റ്യൻസ്, ഹാസ് ഹിസ് ഹെർ ഓൺ ഐഡിയാസ്, ഹാസ് ഇനഫ് വൊക്കാബുലറി ആൻഡ് കൺവേഴ്സ് ലൈക്ക് ഗ്രോസ് അപ്പ്, മുതിർന്നവരെ പോലെ സംസാരിക്കുന്നു. ഈ കുട്ടി ഏതിലാണ് വരുന്നത്? ഹൈപ്പർ ആക്റ്റീവ്, ഗിഫ്റ്റഡ് ചൈൽഡ്, സ്ലോ ലേണർ, നോർമൽ ചൈൽഡ്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലേ, ഗിഫ്റ്റഡ് ചൈൽഡ് ആണ്.
ഗിഫ്റ്റഡ് ചൈൽഡിൻ്റെ സവിശേഷതകളാണ് ഈ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് മുഴുവൻ. ക്യൂരിയസ് ആണ്, ആസ്ക് മെനി ക്വസ്റ്റ്യൻസ്, മുതിർന്നവരെ പോലെ പെരുമാറുന്നതും എന്താണ് അവരുടേതായിട്ടുള്ള ചില ഐഡിയാസ് ഒക്കെ അവർക്കുണ്ടാകും. ഇവരെയാണ് നമ്മൾ ഗിഫ്റ്റഡ് ചൈൽഡ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഹൈപ്പർ ആക്റ്റീവ് ചൈൽഡ് എന്താണ്, സ്ലോ ലേണർ എന്താണ്, നോർമൽ ചൈൽഡ് എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. സ്ലോ ലേണറുമായി ബന്ധപ്പെട്ടും അണ്ടർ അച്ചീവറുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. മുന്നേ ചോദിച്ചത് അണ്ടർ അച്ചീവർ ഇൻ്റലിജൻസുമായി ബന്ധപ്പെടുത്തിയൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇൻ്റലിജൻസ് കുറഞ്ഞവരാണ് എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ആ ചോദ്യത്തിൽ കൊടുത്തത്. ആ ഒരു ഓപ്ഷൻ തെറ്റാണല്ലേ. ഇൻ്റലിജൻസ് കുറഞ്ഞവരല്ല, അവരുടെ ഏജിലുള്ള മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതേ ഒരു ലെവലിൽ എത്താൻ പറ്റാത്ത, നമ്മളെ എക്സ്പെക്റ്റഡ് ലെവലിൽ എത്താൻ പറ്റാത്ത കുട്ടികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അണ്ടർ അച്ചീവേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ്, വളർച്ചയുടെ തോത് ശൈശവത്തിൽ വളരെ കൂടുതലായും കൗമാരഘട്ടത്തിൽ വളർച്ചയിൽ ചാട്ടവും കണ്ടുവരുന്നു. ഈ വസ്തുത ഏത് വികാസ തത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റേറ്റ് ഓഫ് ഗ്രോത്ത് ഇസ് വെരി ഹൈ അറ്റ് ഇൻഫാൻസി. ഇൻഫാൻസിയിൽ ഗ്രോത്ത് ഓഫ് റേറ്റ് എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. ആൻഡ് ഷോസ് എ ജംപ് അറ്റ് ടീനേജ്. വിച്ച് പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ദിസ് ഫാക്ട്? Development is continuous, development is directional, development is not linear but spiral, development is the product of heredity and environment. Development is not linear but spiral, development is the product of heredity and environment. ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? വികാസം രേഖീയമല്ല. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. വികാസം രേഖീയമല്ല, മറിച്ച് ചാക്രികമാണ്. ഡെവലപ്മെൻറ്റ് ഈസ് നോട്ട് ലീനിയർ ബട്ട് സ്പൈറൽ എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചത് ഡെവലപ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിളാണ്. ഡെവലപ്മെൻറ്റിൻ്റെ നിരവധി പ്രിൻസിപ്പിൾസ് ഉണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. ഓരോരിലും വളർച്ച എന്ന് പറയുന്നത്, ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, വ്യത്യസ്തമാണല്ലേ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഈ ഡെവലപ്മെൻറ്റിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. നെക്സ്റ്റ്, ലോകാരോഗ്യ സംഘടന WHO നിർദ്ദേശിക്കുന്ന ജീവിത നൈപുണ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലൈഫ് സ്കിൽ എമംഗ് ദോസ് സജസ്റ്റഡ് ബൈ WHO? സ്വയം അറിയുക അഥവാ സെൽഫ് അവെയർനെസ്, ക്രിയാത്മക ചിന്ത അഥവാ ക്രിയേറ്റീവ് തിങ്കിങ്, ദമനം അഥവാ റിപ്രഷൻ, ഓപ്ഷൻ ഡി അനുതാപം അഥവാ എംപതി. ലോകാരോഗ്യ സംഘടനയുടെ ലൈഫ് സ്കില്ലിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് അല്ലേ. ദമനം എന്നുള്ളത് ലൈഫ് സ്കില്ലിൽ പെടുന്നതല്ല. സെൽഫ് അവെയർനെസ്, ക്രിയേറ്റീവ് തിങ്കിങ്, എംപതി, ഇവ മൂന്നും ഏതിൽ വരുന്നതാണ്? WHO ഏതിൽ വരുന്നുണ്ട്? ലൈഫ് സ്കില്ലിൽ വരുന്നുണ്ട്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ന്യൂ അപ്രോച്ചസ് ടു അസസ്മെൻറ്റ്? അസസ്മെൻറ്റ് ഷുഡ് ബി ഡൺ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് എ യൂണിറ്റ്. ഒരു യൂണിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അസസ്മെൻറ്റ് നടത്തേണ്ടത്. അസസ്മെൻറ്റ് ഷുഡ് ബി ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ദ ഇൻസ്ട്രക്ഷണൽ പ്രോസസ്സ്. ഇൻസ്ട്രക്ഷണൽ പ്രോസസ്സിൻ്റെ കൂടെ തന്നെ എന്ത് കൊണ്ടുപോകണം? അസസ്മെൻറ്റ് കൊണ്ടുപോകണം. ഓപ്ഷൻ സി, അസസ്മെൻറ്റ് ഷുഡ് ബി ഡൺ ഓൺലി ബൈ ടീച്ചേഴ്സ് ഹു ആർ സ്പെഷ്യലി ട്രെയിൻഡ് ഇൻ ദി ഏരിയ ഓഫ് അസസ്മെൻറ്റ്. സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ് ഇത് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, നൺ ഓഫ് ദിസ്. അപ്പോൾ ഇവിടെ ഏതാണ് അസസ്മെൻറ്റുമായി ബന്ധപ്പെട്ട്, വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അല്ലേ. അസസ്മെൻറ്റ് ഷുഡ് ബി ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ദി ഇൻസ്ട്രക്ഷണൽ പ്രോസസ്സ്. ഇൻസ്ട്രക്ഷണൽ പ്രോസസ്സിന് കൂടെ തന്നെ എന്തും കൊണ്ടുപോകണം, എന്ത് ചെയ്യണം? അസസ്മെൻറ്റ് വിലയിരുത്തൽ കൊണ്ടുപോകണം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോർമാറ്റീവ് അസസ്മെൻറ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ. നമ്മൾ ചാപ്റ്ററൊക്കെ കഴിഞ്ഞാൽ 6 ചാപ്റ്റർ 8 ചാപ്റ്ററൊക്കെ കഴിഞ്ഞിട്ട് അവസാനം നടത്തുന്ന അസസ്മെൻ്റ് ആണ് ഇത് സമ്മേറ്റീവ് അസസ്മെൻറ്റ്. അപ്പോൾ സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പ്രീവിയസ് വീഡിയോസ് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ആവശ്യമുള്ളവരെന്ന് എടുത്തിട്ട് കാണുക. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക് ഈസ് യൂസ്ഡ് ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്? ടെക്നോളജിക്കൽ അപ്രോച്ച്, മൾട്ടി സെൻസറി അപ്രോച്ച്, ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷണൽ അപ്രോച്ച് ആൻഡ് ഓൾ ദി എബവ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക് ഈസ് യൂസ്ഡ് ഫോർ എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് അല്ലെ, പ്രത്യേക വിദ്യാഭ്യാസം അല്ലെ പ്രത്യേക ആവശ്യക്കാരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്? ടെക്നോളജിക്കൽ അപ്രോച്ച് വരുന്നുണ്ട്, മൾട്ടി സെൻസറി അല്ലെ മറ്റുള്ള ബഹുവിധ സെൻസറി അപ്രോച്ച് വരുന്നുണ്ട്, ഇൻഡിവിജ്വലൈസ്ഡ് വ്യക്തിപരമായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആവശ്യമായി വരുന്നുണ്ട്. അപ്പോൾ ഏതാണ് ആൻസർ? ഓൾ ദി എബോവ്. ഓക്കെ, മുകളിൽ പറഞ്ഞവ എല്ലാം എന്നുള്ള ആൻസറാണ് ഇവിടെ വരുന്നത്.
നെക്സ്റ്റ് ലേണിംഗ് റിക്വയർസ് ത്രൂ പ്രാക്ടീസ് ആൻഡ് റിവാർഡ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രാക്ടീസും റിവാർഡും. ഓക്കെ, പ്രാക്ടീസും റിവാർഡും ആരുടെ പ്രിൻസിപ്പിളാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തോണ്ടേക്ക്, സ്കിന്നർ, ബ്രൂണർ, ബെന്തോര. കറക്റ്റ് ഓപ്ഷൻ ആരാണ്? ഓപ്ഷൻ ബി ആണ്. ബി എഫ് സ്കിന്നർ ആണ്. ലേണിംഗ് റിക്വയർസ് ത്രൂ പ്രാക്ടീസ് ആൻഡ് റിവാർഡ് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ബി എഫ് സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ്. നെക്സ്റ്റ്, ഹു ഈസ് കൺസിഡേർഡ് ആസ് ദ പയനിയർ ഇൻ ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് അഡോളസൻസ്. അഡോളസൻസിനെ കുറിച്ചിട്ടുള്ള പഠനത്തിൽ, സയന്റിഫിക് ശാസ്ത്രീയ പഠനത്തിലെ പയനിയർ ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത് ആരെയാണ്? ജീൻ പിയാഷെ, സിഗ്മണ്ട് ഫ്രോയിഡ്, എറിക് എറിക്സൺ ആൻഡ് സ്റ്റെയിൻലി ഹാൾ. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? സ്റ്റെയിൻലി ഹാൾ ആണ്. കാരണം അഡോളസൻസിനെ കുറിച്ചും അങ്ങനെ സയന്റിഫിക് ആയിട്ട് പഠിച്ചിട്ടുള്ളത് സ്റ്റെയിൻലി ഹാൾ ആണ്. സ്റ്റെയിൻലി ഹാൾ. ഇദ്ദേഹത്തിന്റെ ഒരു ഡെഫിനിഷൻ എപ്പോഴും ചോദിക്കാറുണ്ട്. അഡോളസൻസ് ഇസ് ദ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രോം സ്ട്രൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ സ്റ്റെയിൻലി ഹാൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. എറിക് എച്ച് എറിക്സന്റെ തിയറി ഏതാണ്? സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്. അഡോളസൻസ് പീരീഡിനെ എന്താണ് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത്? ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാകുന്നത് അഡോളസൻസ് പീരീഡിലാണ്. അല്ലെങ്കിൽ ദ ടേം ഐഡന്റിറ്റി ക്രൈസിസ് ആരാണ് മുന്നോട്ട് വെച്ചതെന്ന് ചോദിക്കാറുണ്ട്. അത് എറിക് എച്ച് എറിക്സൺ ആണ്. അദ്ദേഹത്തിന്റെ തിയറിയിലാണ് അഡോളസൻസ് പീരീഡിനെ എന്ത് വിളിക്കുന്നത്? ഐഡന്റിറ്റി ക്രൈസിസ് അഥവാ റോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സമയമാണ് അഡോളസൻസ് എന്ന് പറഞ്ഞത്. NCF 2005 സജസ്റ്റ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ടു ബി ആസ്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ എ, ടീച്ചിങ് ഈസ് എ പ്രോസസ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് ആണ്. ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഇറ്റ് ഡയറക്ട്സ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഓഫ് ഏജ് 6 to 18 എന്നുള്ളതാണ്. Is a technique designed for promoting option A creative students, option B underachievers, option C gifted students, option D mentally challenged. സൈനറ്റിക്സ് എന്ന ടെക്നിക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ഓപ്ഷൻ എ ആണ്. ക്രിയേറ്റീവ് സ്റ്റുഡൻസ് ആണ്. ഓക്കെ, അപ്പോൾ ക്രിയേറ്റീവ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഏത്? സൈനറ്റിക്സ് എന്ന് പറയുന്നത്. ക്രിയേറ്റിവിറ്റി ഫോസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഏത്? സൈനറ്റിക്സ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് ഗോർഡൻ ആൻഡ് പ്രിൻസ് ആണ്. ഓക്കെ, ഗോർഡൻ ആൻഡ് പ്രിൻസ് ആണ് അത് ഡെവലപ്പ് ചെയ്തത്. ഒരു കൂട്ടിച്ചേർക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒന്നാണ് ഈ ഒരു സൈനറ്റിക്സ് എന്നുള്ളതിൽ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, സെലക്ട് എ പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ് ഫ്രം ദ ഗിവൺ ബിലോ. ഓപ്ഷൻ എ റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, ഓപ്ഷൻ ബി റാവൻസ് പ്രോഗ്രസീവ് മാട്രിസൈസ് ടെസ്റ്റ്, ഓപ്ഷൻ സി അലക്സാണ്ടേഴ്സ് പാസ്ലോങ് ടെസ്റ്റ്, ഓപ്ഷൻ ഡി തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഇൻ്റലിജൻസിലെ പെർഫോമൻസ് ടെസ്റ്റാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. അലക്സാണ്ടേഴ്സ് പാസ്ലോങ് ടെസ്റ്റ് എന്നുള്ളതാണ് കറക്റ്റ്. അലക്സാണ്ടേഴ്സ് പാസ്ലോങ് ടെസ്റ്റ് എന്നുള്ളതാണ് കറക്റ്റായിട്ട് വരുന്നത്. റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, റാവൻസ് പ്രോഗ്രസീവ് മാട്രിസസ് റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റും തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് അഥവാ ടാറ്റും വരുന്നത് പേഴ്സണാലിറ്റിയിലെ പ്രോജക്റ്റീവ് ടെക്നിക്കുകളാണ്. അല്ലെങ്കിൽ പേഴ്സണാലിറ്റി അളക്കുന്നതിനുള്ള പ്രോജക്റ്റീവ് ടെസ്റ്റാണ് റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റും തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റും. ഓക്കെ, നെക്സ്റ്റ്, ഒരു വ്യക്തിയുടെ സവിശേഷതകൾ എത്രമാത്രം ഉണ്ടെന്നും എത്ര തീവ്രതയിലുണ്ടെന്നും നന്നായി ലഭിക്കുന്നത് ഏതിൽ നിന്നാണ്? ഓപ്ഷൻ എ ചെക്ക് ലിസ്റ്റ്, ഓപ്ഷൻ ബി റേറ്റിംഗ് സ്കെയിൽ, ഓപ്ഷൻ സി അഭിപ്രായ സർവേ, ഓപ്ഷൻ ബി അഭിമുഖം. ഏതിൽ നിന്നാണ്? അത് റേറ്റിംഗ് സ്കെയിലിൽ നിന്നാണ്. ഓക്കെ, റേറ്റിംഗ് സ്കെയിലാണ് നമുക്കറിയാം ചെക്ക് ലിസ്റ്റിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമ്മളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മളോട് ചോദിക്കാറുണ്ട് എത്ര സ്റ്റാർ കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ കൂടുതൽ സന്തോഷവാനാണ്, അല്ലെങ്കിൽ ആവറേജ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് ഇത് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ സവിശേഷതകൾ എത്ര മാത്രമുണ്ടെന്നും എത്ര തീവ്രതയിലുണ്ടെന്നും നന്നായി ലഭിക്കുന്നത് ഇതിൽ നിന്നാണ്? ആ ഒരു റേറ്റിംഗ് സ്കെയിലിൽ നിന്നാണ്.
നെക്സ്റ്റ് നോക്കൂ, ചുവടെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ റോഷ മഷിയൊപ്പ് പരീക്ഷ, റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. ഓപ്ഷൻ ബി തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ഓപ്ഷൻ സി പദസഹചരിത പരീക്ഷ അഥവാ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ഓപ്ഷൻ ഡി സഞ്ചിത രേഖ ക്യുമുലേറ്റീവ് റെക്കോർഡ്. ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത്? കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്, ക്യുമുലേറ്റീവ് റെക്കോർഡാണ്. അതാണ് കൂട്ടത്തിൽ പെടാത്തത്. ബാക്കി മൂന്നും എന്താണ്? പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഓഫ് പേഴ്സണാലിറ്റി ആണ്. ഓക്കെ, അപ്പം പേഴ്സണാലിറ്റി അളക്കുന്നതിനുള്ള പ്രൊജക്റ്റീവ് ടെസ്റ്റാണ് റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. പ്രധാനപ്പെട്ട പ്രൊജക്റ്റീവ് ടെസ്റ്റുകളാണ് സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, പിക്ചർ അസോസിയേഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു പ്രൊജക്റ്റീവ് ടെസ്റ്റ്. തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചക്രത്തിൽ ഓടുന്ന കളിപ്പാട്ട വണ്ടികൾ തള്ളി ഓടിച്ച് ശീലമുള്ള കുട്ടി ചക്രമുള്ള മറ്റു 2 തരം കളിപ്പാട്ടങ്ങളും അതേ രീതിയിൽ ചലിപ്പിക്കുന്നു. അതായത് നിലവിലുള്ള അറിവുകൾ ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. That is, try to understand new situations based on existing knowledge. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ സ്വാംശീകരണം, ഓപ്ഷൻ ബി സന്തുലീകരണം, ഓപ്ഷൻ സി സംയോജനം, ഓപ്ഷൻ ഡി അനുതാപം. ഓപ്ഷൻ എ അസിമിലേഷൻ, ഓപ്ഷൻ ബി ഇക്വിലിബ്രിയേഷൻ, ഓപ്ഷൻ സി ഓർഗനൈസേഷൻ, ഓപ്ഷൻ ഡി എംപതി. കറക്റ്റ് ഓപ്ഷൻ അസിമിലേഷൻ അഥവാ സ്വാംശീകരണമാണ്. നിലവിലുള്ള സ്കീമ ഉപയോഗിച്ച് അല്ലെങ്കിൽ വിവരങ്ങൾ ഉപയോഗിച്ച് പുതിയ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് ഏത്? അസിമിലേഷൻ. ഓക്കെ, അപ്പോൾ പുതിയ നോളജ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? നിലവിലുള്ള അറിവുകൾ ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ വിലയിരുത്തുന്നതാണ് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതാണ് അസിമിലേഷൻ. അതേസമയം പഴയ നോളജിനോട് പുതിയ നോളജ് കൂട്ടിച്ചേർത്ത് പഴയ നോളേജിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് നമ്മൾ അക്കോമഡേഷൻ അഥവാ അധിനിവേശം എന്ന് പറയുന്നത്. അപ്പോൾ പിയാഷെയുടെ ഫങ്ഷൻ ഓഫ് കോഗ്നിറ്റീവ് ഫങ്ഷനിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിൻ്റാണ് അസിമിലേഷനും അക്കോമഡേഷനും. ദ മേജർ ബെനിഫിറ്റ് ഓഫ് ആൻ ഓപ്പൺ ബുക്ക് എക്സാം. കറക്റ്റ് ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ഇറ്റ് പ്രൊമോട്ട്സ് തിങ്കിങ്, ഓപ്ഷൻ ബി ഇറ്റ് ക്രിയേറ്റ്സ് ആക്റ്റീവ് സ്റ്റുഡൻഷിപ്പ്, ഓപ്ഷൻ സി ഇറ്റ് റെഡ്യൂസ് ആങ്സൈറ്റി, ഓപ്ഷൻ ഡി ഇറ്റ് ക്രിയേറ്റ്സ് റീഡിംഗ് ഹാബിറ്റ്. കറക്റ്റ് ഓപ്ഷൻ എ ഇറ്റ് പ്രൊമോട്ട്സ് തിങ്കിങ് എന്നുള്ളതാണ്. ഓക്കെ, ഓപ്പൺ ബുക്ക് അസസ്മെൻറ്റ് എന്തിന് സഹായിക്കുന്നുണ്ട്? തിങ്കിങ്ങിന് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, select the person who stated adolescence is a period of stress and strain, storm and strife. Option A Elizabeth Harlock, option B Erik Erikson, option C Piaget, option D Stanley Hall. കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. സ്റ്റെയിൻലി ഹോൾ ആണ് അഡോളസൻസിനെ അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ Major common problem during adolescence. Option A anxiety disorder, option B daydreaming, option C egocentrism, option D identity crisis. Correct option D ആണ്, identity crisis ആണ്. Next question, PWD Act established in the year. Option A 1993, option B 1994, option C 1995, option D 1996. കറക്റ്റ് ഓപ്ഷൻ സി ആണ്. 1995 PWD ആക്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ നെയിം ഹു പുട്ട് ഫോർവേഡ് ദ കോൺസെപ്റ്റ് ഓഫ് അഡ്വാൻസ് ഓർഗനൈസർ. ഓപ്ഷൻ എ ഗാർഡ്നർ, ഓപ്ഷൻ ബി ബ്രൂണർ, ഓപ്ഷൻ സി പിയാഷെ, ഓപ്ഷൻ ഡി ഒസ്സബൽ. അഡ്വാൻസ് ഓർഗനൈസർ കൊണ്ടുവന്നത് ഓപ്ഷൻ ഡി ഡേവിഡ് ഒസ്സബൽ ആണ്. ഓക്കെ, ഡേവിഡ് ഒസ്സബൽ ആണ് അഡ്വാൻസ് ഓർഗനൈസർ കൊണ്ടുവന്നത്. Next, one should have constant practice in what has once been learned. This indicates option A law of readiness, option B law of disuse, option C law of use, option D law of effect. Correct option C ആണ്, law of use ആണ്. Okay, law of use ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. Next, as a teacher, what action will you take to help a student having speech defect? Option A, help the student by supplying the words the student is trying to say. Option B, give the student
word drill on the words on which he or she stutters. Option C, ensure the help of the other students in correction process. Option D, provide special situations in which the student's confidence is built up. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. പ്രൊവൈഡ് സ്പെഷ്യൽ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദ സ്റ്റുഡൻസ് കോൺഫിഡൻസ് ഈസ് ബിൽറ്റ് അപ്പ്. Next question. Mainstreaming in inclusive education means progressively including and maintaining exceptional students. Option B, clustering students with high achievement. Option C, clustering students with low achievement. Option D, none of this. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ ആണ്. പ്രോഗ്രസീവ്ലി ഇൻക്ലൂഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എക്സെപ്ഷണൽ സ്റ്റുഡൻസ് എന്നുള്ളതാണ് മെയിൻ സ്ട്രീമിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Next question. Counselor plays an active role in clients' decision making by offering advice, guidance and recommendations. This type of counseling is known as option A, prescriptive counseling. Option B, permissive counseling. Option C, eclectic counseling. Option D, non-directive counseling. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ ആണ്. പ്രിസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ് ആണ്. ഓക്കെ, ഏതാണ്? പ്രിസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ് ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ability to think about thinking is known as option A, systematic thinking. Option B, metacognitive thinking. Option C, abstract thinking. Option D, introspection. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ്. മെറ്റാകോഗ്നിറ്റീവ് തിങ്കിങ് ആണ്. തിങ്കിങ് അബൌട്ട് തിങ്കിങ്. ഓക്കെ. നെക്സ്റ്റ്. അസോസിയേഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ എ ബിഹേവിയർ ആൻഡ് എ കോൺസിക്വൻസ് ഫോർ ദാറ്റ് ബിഹേവിയർ ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു. ഓപ്ഷൻ എ, ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഓപ്ഷൻ ബി, ട്രയൽ ആൻഡ് എറർ ലേണിംഗ്. ഓപ്ഷൻ സി, ഇൻസൈറ്റ് ലേണിംഗ്. ഓപ്ഷൻ ഡി, ഓപ്പറന്റ് കണ്ടീഷനിങ്. Association is made between a behavior and a consequence for that behavior. ഓക്കെ, ഒരു ബിഹേവിയറും അതിൻ്റെ ആ ഒരു ബിഹേവിയറിനുള്ള കോൺസിക്വൻസും തമ്മിലുള്ള ഒരു അസോസിയേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ്. ഓപ്ഷൻ ഡി, ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The term need for achievement is coined by option A, McClelland. Option B, Kurt Lewin. Option C, Abraham Maslow. Option D, Henry Murray. കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. ഹെൻറി മുറേ ആണ് ദ നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്ന ടേം ഫസ്റ്റ് ആയിട്ട് കോയിൻ ചെയ്തത്. നിങ്ങൾ മാറിപ്പോകരുത്, മക്ലെലാൻഡ് എഴുതരുത്. കറക്റ്റ് ഓപ്ഷൻ ഹെൻറി മുറേ ആണ് അങ്ങനെ ഒരു ടേം കൊണ്ടുവന്നത്. പക്ഷേ നീഡ് ഫോർ അച്ചീവ്മെന്റുമായി ബന്ധപ്പെട്ട തിയറിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് മക്ലെലാൻഡ് ആണ്. പക്ഷേ ഇവിടെ ടേം കൊണ്ടുവന്ന ആളെയാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഹെൻറി മുറേ ആണ്. ഓക്കെ. Next, which of the following is the final stage of psychosocial development as proposed by Erik Erikson? നമുക്കറിയാം സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ് തിയറി കൊണ്ടുവന്നത് എറിക് എറിക്സൺ ആണ്. അപ്പം ഏതാണ് അവസാന സ്റ്റേജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഓട്ടോണമി വേഴ്സസ് ഷെയിം, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ, ഐഡന്റിറ്റി ഫോർമേഷൻ വേഴ്സസ് ഐഡന്റിറ്റി കൺഫ്യൂഷൻ. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് അല്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ എന്നുള്ളതാണ് എറിക് എച്ച് എറിക്സന്റെ തിയറിയിൽ അവസാന സ്റ്റേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ്, ഐഡൻറ്റിറ്റി ഫോർമേഷൻ വേഴ്സസ് ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. അത് ഏത് സ്റ്റേജാണ്? അത് ഏത് സ്റ്റേജിൻ്റെ സവിശേഷതയാണ്? അഡോളസൻസ് പീരീഡിൻ്റെ സവിശേഷതയാണ്. ഈ ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്നുള്ള ടേം കൊണ്ടുവന്നത് ആരാണ്? ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണെന്ന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. അതാരാണ്? അതും എറിക് എച്ച് എറിക്സൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈകാരിക ബുദ്ധിയുടെ വക്താവ് ആരാണ്? ഗോൾമാൻ, തേഴ്സ്റ്റൺ, ഗാർഡനർ, ബിനെ. വൈകാരിക ബുദ്ധിയുടെ വക്താവ്. Who coined the term emotional intelligence? എ ആണ്, ഗോൾമാൻ ആണ്. ഓപ്ഷൻ എ ഗോൾമാൻ ആണ്. അപ്പം ability of a student to apply the acquired knowledge to solve problems in similar or related situation is known as.
ചോദ്യം ഇംഗ്ലീഷിലാണെങ്കിലും അതിൻ്റെ മലയാളം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് മുന്നേ പഠിച്ച ഒരു കാര്യം എന്ത് ചെയ്യുന്നു, ദ എബിലിറ്റി ഓഫ് എ സ്റ്റുഡൻറ്റ് ടു അപ്ലൈ ദ അക്വയർഡ് നോളജ്. നമ്മൾ പഠിച്ച ഒരു കാര്യം എന്തിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, ടു സോൾവ് പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇൻ സിമിലർ ഓർ റിലേറ്റഡ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരുപോലെയുള്ള ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റൊരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മുന്നേ പഠിച്ച ഒരു കാര്യം നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതിനെ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻ എ ആറ്റിറ്റ്യൂഡ്, ഓപ്ഷൻ ബി മോട്ടിവേഷൻ, ഓപ്ഷൻ സി ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, ഓപ്ഷൻ ഡി റീഎൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ എന്താണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ് അല്ലേ. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ് കഴിഞ്ഞ തവണത്തെ ഇപ്പം ലേറ്റസ്റ്റായി നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുന്നേ വീഡിയോസ് കണ്ടിരുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കഴിഞ്ഞ എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും. കാരണം ഇതൊക്കെ നമ്മൾ എല്ലാ വീഡിയോസിലും കവർ ചെയ്ത ടോപ്പിക്സ് ആണ്. എന്താണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്? എന്താണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്? നമ്മൾ പഠിച്ച ഒരു കാര്യം മറ്റൊരു സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് തന്നെ പലതരത്തിലുണ്ട്. പ്രധാനമായിട്ടും 3-4 ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നമുക്ക് പറയാൻ പറ്റും. അതിലൊന്ന് പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. നമ്മൾ മുന്നേ പഠിച്ച ഒരു കാര്യം നമ്മുടെ അതേ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു സാഹചര്യത്തിൽ നമുക്ക് മുന്നേ പഠിച്ചൊരു കാര്യം യൂസ്ഫുൾ ആകുന്നു എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് വിളിക്കാം. അതേസമയം നമ്മൾ മുന്നേ പഠിച്ച ഒരു കാര്യം പുതിയൊരു സിറ്റുവേഷനിൽ വേറൊരു കാര്യം പഠിക്കുമ്പോൾ ആദ്യം പഠിച്ച കാര്യം നമുക്ക് ഈ ഒരു പഠനത്തെ ദോഷകരമായിട്ടാണ് ബാധിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ഓക്കെ, അപ്പോൾ അവിടെ നെഗറ്റീവ് ആയിട്ടുള്ള എഫക്റ്റാണ് നമുക്ക് ഉണ്ടാകുന്നത്. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് വിളിക്കുന്നു. അതേസമയം യാതൊരു തരത്തിലുള്ള അല്ലെങ്കിൽ പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം, സീറോ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ന്യൂട്രൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് വിളിക്കുന്നു. സീറോ ട്രാൻസ്ഫറിനെയാണ് എന്ത് വിളിക്കുന്നത്, സീറോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മുന്നേ എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ അത് പറഞ്ഞു പോയത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വെച്ച് പഠിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ 4 ഇപ്പോൾ ആറ്റിറ്റ്യൂഡ്, മോട്ടിവേഷൻ, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, റീഎൻഫോഴ്സ്മെൻറ്റ്, നിങ്ങൾ എന്ത് ചെയ്യുക, വെറും ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു പോകുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 4 ഓപ്ഷൻസ് എന്താണെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കി പോകാൻ ശ്രദ്ധിക്കുക. ആറ്റിറ്റ്യൂഡ് എന്താണ്, മോട്ടിവേഷൻ എന്താണ്, റീഎൻഫോഴ്സ്മെൻറ്റ് എന്താണ്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പോകുന്നത് നന്നായിരിക്കും. Next, Abraham Maslow put forth the idea of hierarchy of needs. Some of the human needs he proposed are. അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയെക്കുറിച്ചിട്ടാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. കുറച്ച് ശ്രേണി കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു മാസ്ലോ ദ കറക്റ്റ് ഓർഡർ ഓഫ് നീഡ് ഈസ്. ഈ ആവശ്യങ്ങളുടെ കറക്റ്റ് ഓർഡറാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ടേം ആയിരിക്കും ആര്, അല്ലെങ്കിൽ പേരായിരിക്കും ഏത്, അബ്രഹാം മാസ്ലോ. ഹൈറാർക്കി ഓഫ് നീഡ്സ്, ആവശ്യങ്ങളുടെ ശ്രേണി അല്ലേ. ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ട തിയറിയാണ്, തിയറി ഓഫ് മോട്ടിവേഷനാണ്. മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട ഒരു തിയറിയാണ് അബ്രഹാം മാസ്ലോ കൊണ്ടുവന്നത്, ആവശ്യങ്ങളുടെ ശ്രേണി എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ അതിൽ ഏതൊക്കെ പറയുന്നുണ്ട്, ഒരുപാട് 5 ശ്രേണിയായിട്ടാണ്, അല്ലെങ്കിൽ 5 കാര്യങ്ങളാണ് ഇതിൽ അദ്ദേഹം ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഓർഡറാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ഓപ്ഷനായിട്ട് വരുന്നത്, കറക്റ്റ് ഓർഡറിൽ വരുന്നത്? ഫസ്റ്റ് ഏതാണ് വരുന്നത്, ഫിസിയോളജിക്കൽ നീഡാണ്. അപ്പോൾ തന്നെ നമുക്ക് ബിയും ഡിയും എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. പിന്നെ ഉള്ളത് നമ്മുടെ മുന്നിലുള്ളത് എയും സിയും ആണ്. അപ്പോൾ അതിൽ തന്നെ ഫിസിയോളജിക്കൽ നീഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും നോക്കുന്നത് എന്താണ്, സെക്യൂരിറ്റി നീഡ്സ് ആയിരിക്കും അല്ലേ. ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കുടിക്കാനുള്ള വെള്ളം അല്ലെങ്കിൽ ശ്വസിക്കാനുള്ള വായു അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരാൾക്ക് ഏറ്റവും ആദ്യം ആവശ്യമുണ്ടാകുന്നത്. പിന്നീടാണ് എന്ത് വരുന്നത്, സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി, നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് അല്ലെങ്കിൽ നമുക്കൊരു ഷെൽട്ടർ, വീട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വരുന്നതാണ്. അപ്പോൾ രണ്ടാമത് വരുന്നത് ഏതാണ്, സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി നീഡ്സ് ആണ്. അപ്പോൾ ആ 2 കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു മൂന്നാമത്തതും കൂടെ നമുക്ക് നോക്കാം. മൂന്നാമത് വരുന്നത് ഏതാണ്, ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് ആണ് അല്ലേ. ഈ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ റെഡിയായി പിന്നെ നമുക്ക് സ്നേഹത്തിനുള്ള അല്ലെങ്കിൽ ബിലോങ്ങിങ്നെസ്സിനുള്ള, ബന്ധത്തിനുള്ള ഒരു ആവശ്യം. അപ്പോൾ ഫിസിയോളജിക്കൽ നീഡ്സ്, സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി നീഡ്, ദെൻ ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ്സ്, ദെൻ ഈസ്തെറ്റിക് നീഡ്, ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക,
അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഫിസിയോളജിക്കൽ നീഡ്, സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി നീഡ്, ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്, എസ്തെറ്റിക് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്നുള്ള. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഏതാണ്? ഇവിടെ ഓപ്ഷൻ എ ആണ് എന്ത് കറക്റ്റായിട്ട് വരുന്നത്. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ് നോക്കൂ. നെക്സ്റ്റ്, ദ പ്രോസസ് ഓഫ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ബിഗിൻസ് അറ്റ് ഡാഷ് സ്റ്റേജ്. ഓപ്ഷൻ എ ബർത്ത്, ഓപ്ഷൻ ബി നേറ്റൽ, ഓപ്ഷൻ സി എംബ്രിയോണിക്, ഓപ്ഷൻ ഡി ചൈൽഡ്ഹുഡ്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? ദ പ്രോസസ് ഓഫ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, ശിശു വികാസം ബിഗിൻസ് അറ്റ് ഏത് സ്റ്റേജിലാണ് ശിശുക്കളുടെ വികാസം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ സി എംബ്രിയോണിക് സ്റ്റേജ് ആണ്. ഈ എംബ്രിയോണിക് സ്റ്റേജ് എന്ന് പറയുന്നത് ഏത് സ്റ്റേജിൽ വരുന്നതാണ്? നമ്മുടെ ബർത്തിന് മുന്നേ ഉള്ള സ്റ്റേജാണ്. നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്തുള്ള ആ ഒരു ഫസ്റ്റ് സ്റ്റേജാണ് ഇത് എംബ്രിയോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ്, എംബ്രിയോണിക് സ്റ്റേജ് ആണ്. Next, Freud suggested different psychosexual stages during the development of an individual. The correct order. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഡിഫറെൻറ്റ് സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്? ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. ഓറൽ സ്റ്റേജ്, അനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ജെനിറ്റൽ സ്റ്റേജ്. ഈ സിഗ്മണ്ട് ഫ്രോയിഡ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. അപ്പോൾ ഓരോ ഏജിൻ്റെയും ഓരോ സ്റ്റേജിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് കൃത്യമായി പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓവറോൾ ചേഞ്ചസ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ ഈസ് റെഫേർഡ് ആസ്. Option A maturation, option B motivation, option C learning, option D development. The overall changes in all aspects of human throughout their lifespan. ഓക്കെ, ഒരു ആളുടെ ജീവിതത്തിലെ എന്താണ് ഓവറോൾ ചേഞ്ചസ് ഇൻ എല്ലാ ആസ്പെക്ട്സിലും എല്ലാ തരത്തിലുമുള്ള ചേഞ്ചസ്, ഓവറോൾ ചേഞ്ചസിനെ എന്താണ് പറയുന്നത്? ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, ഡെവലപ്മെൻ്റ് ആണ് അല്ലേ. അതായത് ഒരാളുടെ ഓവറോൾ ചേഞ്ചസ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ത്രൂ ഔട്ട് ഹിസ് ലൈഫ്, ഈ അദ്ദേഹത്തിന് എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന മൊത്തം ചേഞ്ചസ്, എല്ലാ ആസ്പെക്ട്സിലുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഡെവലപ്മെൻ്റ് ആണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. ഡെവലപ്മെൻറ്റ് റിഫേഴ്സ് ടു ദ ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ് ഇൻ ദ ഓർഗാനിസം ആസ് ഹോൾ എന്നുള്ളതാണ്. ഓക്കെ, ഒരു ഓർഗാനിസത്തിൻ്റെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള സവിശേഷമായിട്ടുള്ള ക്വാളിറ്റേറ്റീവ് ഗുണാത്മകമായിട്ടുള്ള ചേഞ്ചസ് ആണ് എന്തിൽ വരുന്നത്? ഡെവലപ്മെൻറ്റിൽ വരുന്നത്. ഡെവലപ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ത്രൂ വിച്ച് ഫിസിക്കൽ, ഇമോഷണൽ, ഇൻ്റലക്ച്വൽ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഇറ്റ് ഈസ് എ മോർ വൈഡർ ആൻഡ് കോംപ്രഹെൻസീവ് ടേം ദാൻ ഗ്രോത്ത്. ഗ്രോത്ത് എന്നുള്ളതിനേക്കാളും വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള വൈഡായിട്ടുള്ള ഒന്നാണ് ഏത്? ഡെവലപ്മെൻറ്റ് എന്ന ആ ഒരു കോൺസെപ്റ്റ്. ഇറ്റ് ഈസ് ആൾസോ പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. ഓക്കെ ഗ്രോത്ത് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് അറ്റൈൻ ചെയ്യാൻ സാധിക്കും? ഡെവലപ്മെൻറ്റ് അറ്റൈൻ ചെയ്യാൻ സാധിക്കും. റിഫേഴ്സ് ടു ചേഞ്ച് ഇൻ സ്ട്രക്ചർ, ഫോം ഓർ ഷേപ്പ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഫങ്ഷനിങ്. ഓക്കെ, ഷേപ്പിലുള്ള ചേഞ്ചോ സ്ട്രക്ചറിലുള്ള ചേഞ്ചോ മാത്രമല്ല, മറിച്ച് എന്താണ്? ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഫങ്ഷനിങ്ങും. അതിൻ്റെ ഫങ്ഷനിങ്ങിലുള്ള ഒരു ചേഞ്ച് കൂടെ നമുക്ക് ഏതിൽ പെടുത്താൻ സാധിക്കും? ഈ ഒരു ഡെവലപ്മെൻറ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ പ്രോഗ്രസീവ് സീരീസ് ഓഫ് ചേഞ്ചസ് ഇൻ ആൻ ഓർഡർലി കൊഹറൻറ്റ് പാറ്റേൺ. പ്രോഗ്രസീവ് ചേഞ്ചസ് ആർ ഡയറക്ഷണൽ ലേണിംഗ് ഫോർവേഡ് റാദർ ദാൻ ബാക്ക്വേർഡ്. അതുപോലെ തന്നെ ചേഞ്ചസ് ഇൻക്ലൂഡ് ചേഞ്ച് ഇൻ സൈസ്, പ്രൊപ്പോർഷൻസ്, ഡിസപ്പിയറൻസ് ഓഫ് ഓൾഡ് ഫീച്ചേഴ്സ് ആൻഡ് അക്വിസിഷൻസ് ഓഫ് ന്യൂ ഫീച്ചേഴ്സ് അറ്റ് ഫിസിക്കൽ, സോഷ്യൽ, ഇമോഷണൽ ആൻഡ് ഇൻ്റലക്ച്വൽ ആസ്പെക്ട്സ്. ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള ആസ്പെക്ട്സിലുള്ള ഒരു ചേഞ്ചാണ് നമ്മൾ എന്തിൽ പറയുന്നത്? ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രോത്ത് എന്താണ്, ഡെവലപ്മെൻറ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം, കൺഫ്യൂഷൻസ് ഉണ്ടാവരുത്. ഇനി ഡെഫിനിഷൻസ് ഓഫ് ഡെവലപ്മെൻറ്റ് ആണ്. ദ സീരീസ് ഓഫ് ചേഞ്ചസ് വിച്ച് ആൻ ഓർഗാനിസം അണ്ടർഗോസ് ഇൻ പാസിംഗ് ഫ്രം ആൻ എംബ്രിയോണിക് സ്റ്റേജ് ടു മെച്യൂരിറ്റി എന്ന് ഉള്ള ഒരു ഡെഫിനിഷൻ ഡെവലപ്മെൻറ്റിന് കൊടുത്തത് വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറിയാണ്. അതേസമയം സ്കിന്നർ പറഞ്ഞിട്ടുള്ളത് ഡെവലപ്മെൻറ്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഗ്രാജുവൽ പ്രോസസ്സ് എന്നുള്ളതാണ്. ഡെവലപ്മെൻറ്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് എന്താണ്? ഗ്രാജുവൽ പ്രോസസ്സ് എന്നാണ് സ്കിന്നർ പറഞ്ഞത്. ക്രോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഗ്രോത്ത് ആസ് വെൽ ആസ് ദോസ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ വിച്ച് റിസൾട്ട്സ് ഫ്രം എൻവയോൺമെൻറ്റൽ സിറ്റുവേഷൻ. ഓക്കെ, അപ്പം ഈ ഡെഫിനിഷൻസും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക.
ഇനി ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു കമ്പാരിസൺ ആണ്, ഗ്രോത്തിൻ്റെയും ഡെവലപ്മെൻറ്റിൻ്റെയും. അപ്പോൾ അതിന് മുന്നേ തൊട്ട് മുന്നേ ഗ്രോത്ത് എന്താണ് എന്നുള്ളത് കൂടെ നമുക്ക് നോക്കി പോവാം. എന്താണ് ആദ്യം നോക്കുന്നത്? ഇറ്റ് മീൻസ് ഇൻക്രീസ് ഇൻ സൈസ്, ഹൈറ്റ്, വെയിറ്റ് ഓഫ് ദ ചൈൽഡ്. ഓക്കെ, അപ്പോൾ കുട്ടിയുടെ സൈസിലും ഹൈറ്റിലും വെയിറ്റിലുള്ള ഒരു ഇൻക്രീസിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് ഹേർട്ട്, ബ്രെയിന്, മസിൽസ് ആൻഡ് ബോഡി ഇൻ ജനറൽ. അതുപോലെ ക്യാൻ ബി ഈസിലി ഒബ്സർവ്ഡ് ആൻഡ് മെഷർ ചെയ്യാൻ പറ്റും. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ഏത് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്രോത്ത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. നെക്സ്റ്റ് ഇതിൻ്റെ ഒരു കമ്പാരിസൺ ആണ്. ഗ്രോത്ത് റെഫേഴ്സ് ടു ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ്. ഡെവലപ്മെൻറ്റ് എന്താണ്? ഓവറോൾ ചേഞ്ച് ഇൻ ദ ഇൻഡിവിജ്വൽ ആണ്. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് ചേഞ്ച് ഇൻ an orderly and coherent type toward the goal of maturity. നമ്മൾ ഗ്രോത്തിൽ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് മാത്രമാണ് ഉൾപ്പെടുത്തുന്നത്. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് റെസ്പെക്റ്റ് ആണ് ഏത് ഗ്രോത്ത് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആണ്, എണ്ണിത്തിട്ട നമുക്ക് അളക്കാൻ പറ്റുന്ന ഒന്നാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ചേഞ്ച് ഇൻ ദ ക്വാളിറ്റി അലോങ് വിത്ത് ക്വാണ്ടിറ്റേറ്റീവ്. അതേസമയം ഡെവലപ്മെൻറ്റ് ക്വാണ്ടിറ്റേറ്റീവ് മാത്രമല്ല, ക്വാളിറ്റേറ്റീവും കൂടെയാണ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. ഓക്കെ, ഗ്രോത്ത് ഡസ് നോട്ട് കണ്ടിന്യൂ ത്രൂ ഔട്ട് ലൈഫ്. നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ആ ഒരു ഗ്രോത്ത് നിലയ്ക്കും. ഓക്കെ, അതേസമയം ഡെവലപ്മെൻറ്റ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ലൈഫാണ്. ഓക്കെ, ഗ്രോത്ത് സ്റ്റോപ്സ് ആഫ്റ്റർ മെച്ചുറേഷൻ. മെച്ചുറേഷന് ശേഷം എന്ത് ചെയ്യുന്നു? ഗ്രോത്ത് അവസാനിക്കുന്നു. ഡെവലപ്മെൻറ്റ് പ്രോഗ്രസീവ് ആണ്. ഗ്രോത്ത് ഒക്കേഴ്സ് ഡ്യൂ ടു മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഡിഫറൻസ് ഇതിൽ വരുന്നുണ്ട്. കമ്പാരിസൺ ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോയിൻറ്റ്സ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. നിങ്ങൾ ആവശ്യമാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അതൊന്ന് നോക്കി വായിക്കുക. ഓക്കെ, നമുക്ക് ഇതെല്ലാം ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ ഒരുപാട് സമയമെടുക്കും, അതുകൊണ്ടാണ് അത് വായിക്കാതിരിക്കുന്നത്. 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് 8 ആയാൽ അയാളുടെ ബുദ്ധിമാനം എത്രയായിരിക്കും? ഓക്കെ, ഓപ്ഷൻ എ 80, ഓപ്ഷൻ ബി 125, ഓപ്ഷൻ സി 100, ഓപ്ഷൻ ഡി 90. അപ്പോൾ 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് 8. ഓക്കെ, മെൻ്റൽ ഏജ് 8 ആണ്. ഓക്കെ, ക്രോണോളജിക്കൽ ഏജ് എത്രയാണ്? 10 ആണ്. അപ്പം അയാളുടെ IQ ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം IQ എന്ന് പറയുന്നത് MA / CA × 100 ആണ്. ഓക്കെ, മെൻ്റൽ ഏജ് എത്രയാണ് വരുന്നത്? മെൻ്റൽ ഏജ് 8 ആണ്. ക്രോണോളജിക്കൽ ഏജ് 10 ആണ്. × 100 ആണ് ഇയാളുടെ IQ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എത്രയാണ് വരുന്നത്? അപ്പം ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 80 ആണ് ആൻസർ. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പം IQ എത്രയാണ് വരുന്നത്? 80 ആണ് വരുന്നത്. അപ്പം ഇവിടെ ഈ ഒരു IQയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കി വയ്ക്കുക. ഇത് ചോദിക്കാറുണ്ട്. ഓക്കെ, 100-ന് താഴെയുള്ളവരുടെ IQ 100-ന് താഴെയുള്ളവരെ ഏത് പേരിലാണ് വിളിക്കുന്നത്? അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇവിടെ 140-ഉം അതിന് മുകളിലുള്ള ആളുകളെ നമുക്ക് ജീനിയസ് അഥവാ പ്രതിഭാശാലി എന്ന് വിളിക്കാം. അതേസമയം 120-നും 139-നും ഇടയിലുള്ളത് അതിബുദ്ധിമാൻ അഥവാ വെരി സുപ്പീരിയർ. 110-ഉം 119-നും ഇടയിലുള്ള ആളുകളാണെങ്കിൽ സുപ്പീരിയർ അഥവാ ബുദ്ധിമാനാണ്. 90-നും 109-നും ഇടയിലുള്ള ആളുകളാണ് ആവറേജ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. 100-നും 109-നും ഇടയിലുള്ള ആൾ ശരാശരിക്കാരനാണ്. അപ്പോൾ 100 ഒരാളുടെ IQ എങ്കിൽ അയാൾ ഏതിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ആ കുട്ടി ഏതിലാണ് ഉൾപ്പെടുന്നത്? അത് ശരാശരിയിലാണ്, ആവറേജ് ആണ്. ഓക്കെ, 80-ഉം 89-നും ഇടയിലുള്ള ആൾ ബുദ്ധി കുറഞ്ഞവൻ അഥവാ ഡൾ എന്നാണ് പറയുന്നത്. 70-നും 79-നും ഇടയിലാണെങ്കിൽ അതിർരേഖയിൽ അഥവാ ബോർഡർ ലൈനിൽ നിൽക്കുന്നു. 70-ന് താഴെയുള്ള ആളുകളെയാണ് നമ്മൾ പൊതുവെ ഫീബിൾ മൈൻഡഡ് അഥവാ മന്ദബുദ്ധി എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, മന്ദബുദ്ധികളെ വീണ്ടും 3 വർഗ്ഗങ്ങളായി തിരിച്ചിരിക്കുന്നു: മോറോൺസ്, ഇംബസൈൽസ്, ഇഡിയറ്റ്സ്. ഓക്കെ, അപ്പോൾ മോറോൺസ് പറയുന്നത് 50-നും 69-നും ഇടയിലാണ്. 25-നും 49-നും ഇടയിലുള്ളവരാണ് ഇംബസൈൽസ്. അതുപോലെ 25-ന് താഴെയുള്ളവരെയാണ് നമ്മൾ ഇഡിയറ്റ്സ് ആയിട്ട് പരിഗണിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെക്കുക, എക്സാമിന് ചോദിക്കും. അറേഞ്ച് ദ സ്റ്റെപ്സ് ഓഫ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി റീ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്, ഫിസിയോളജിക്കൽ നീഡ്, ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ്, ഓപ്ഷൻ ഡി. അതുപോലെ സെൽഫ് എസ്റ്റീം നീഡ്, സേഫ്റ്റി നീഡ് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇനി ഓപ്ഷൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഓപ്ഷൻ എ തന്നിട്ടുള്ളത്, അതിൻ്റെ ഒരു ഓർഡർ പറഞ്ഞിട്ടുള്ളത് ABCDE എന്നും, ഓപ്ഷൻ ബിയിൽ ADCBE എന്നും, ഓപ്ഷൻ സി DCBEA, ഡി വരുന്നത് ADCEB. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഏതാണ് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ?
ഇവിടെ കറക്റ്റ് ഓർഡർ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യാം, ആദ്യം എ കൊടുക്കാം, അതായത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഓക്കെ, ഏറ്റവും ഉയർന്ന നീഡ് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. നേരെ തിരിച്ചും നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഈ ഓപ്ഷനിൽ ഇതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പം ഏതാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് വരുന്നുണ്ട്. അതുപോലെ അതിനുശേഷം ഏതാണ് വരുന്നത്? സെൽഫ് എസ്റ്റീം നീഡാണ്. പിന്നെ ഡി വരാം. ശേഷം സി ആണ് വരുന്നത്, ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ് ആണ്. അതിനുശേഷം ഏതാണ്? അതിനുശേഷം സേഫ്റ്റി നീഡ്. ഏറ്റവും അവസാനം വരുന്നത് ഏതാണ്? ബി. ഓക്കെ, ഏതാണ്? നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. അപ്പോൾ ആ ഒരു ഓർഡർ വെച്ച് നോക്കുമ്പോൾ അതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാം. നേരെ തിരിച്ചും നമുക്ക് എന്താണ് ഓപ്ഷൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു താഴെ മുതൽ മുകളിലേക്ക് എന്ന ഓർഡറിലേക്ക് ബേസിക് നീഡിൽ നിന്ന് ഹയർ ഓർഡറിലേക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് അറേഞ്ച് ചെയ്യാം. പക്ഷേ ഇതിൽ ഇങ്ങനെയാണ് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Expand IEP in inclusive setup. Option A, individualized education program. Option B, individualized evaluation program. Option C, individualized education plan. Option D, individualized education portfolio. കറക്റ്റ് ഓപ്ഷൻ സി ആണ്. ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ ആണ് IEP. ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ ആണ് IEP എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദ്യം. Choose the most suitable combination from the following for the statement. Learning disabled children usually have. Option A, disorders of attention. Option B, poor intelligence. Option C, poor time and space orientation. Option D, perceptual disorders. Option A, B, C only. Option B, A, B, D only. Option C, A, C, D only. Option D, B, C, D only. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ സി ആണ് വരുന്നത്. സി ആണ് വരുന്നത്. ACD ഓൺലി എന്നുള്ളതാണ്. ഏതാണ്? ഡിസോർഡേഴ്സ് ഓഫ് അറ്റൻഷൻ, അതുപോലെ പുവർ ടൈം ആൻഡ് സ്പേസ് ഓറിയന്റേഷൻ. ഓപ്ഷൻ ഡി. അതുപോലെ ഏതാണ്? പെർസെപ്ച്വൽ ഡിസോർഡേഴ്സ്. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ.